ബീഹാറിലെ വൻ വിജയത്തിന് പിന്നാലെ JDU BJP സഖ്യത്തിന്റെ വൻ വിജയം, തകർപ്പൻ വിജയത്തിന് പിന്നാലെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. यह 200 एनडीए की 4 सीटें जो आई है ये ऐतिहासिक है। अब यह इसलिए हुआ है कि मोदी है तो नरेंद्र मोदी, नरेंद्र मोदी, नरेंद्र मोदी, नरेंद्र मोदी, नरेंद्र मोदी, 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 मोदी अपने नेता का किस प्रकार से स्वागत अभिनंदन केंद्रीय कार्यालय में हो रहा है। कार्यकर्ता स्वागत और अभिनंदन कर रहे हैं। हृदय से अभिनंदन और वंदन पानी प्रधानमंत्री नरेंद्र मोदी जी का कर रहे हैं। പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതിന്, അഭിസംബോധന ചെയ്യുന്നതിനായി ഇപ്പോൾ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. BJP നേടിയ വലിയ വിജയം, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP മാറിയിരിക്കുന്നു. ബീഹാറിൽ ഇതുവരെ BJP നേടിയതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടിയുടെ അവതാരകൻ തന്നെ പറഞ്ഞതുപോലെ ഐതിഹാസിക വിജയം BJP ബീഹാറിൽ നേടിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സദ്ഭരണം വിജയിച്ചു, വികസനം വിജയിച്ചു, ജനപക്ഷ മനോഭാവം വിജയിച്ചു, സാമൂഹ്യനീതി വിജയിച്ചു എന്നാണ് നേരത്തെ അല്പം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിജയത്തെ വിശേഷിപ്പിച്ചത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനായി ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. विश्व के सर्वाधिक लोकप्रिय नेता है वह प्रधानमंत्री मोदी जी का अभिनंदन करने के लिए आप सब आए हैं। नरेंद्र मोदी ഇപ്പോൾ ഡൽഹിയിലെ BJP ആസ്ഥാനത്തിന് സമീപത്തു നിന്നും വിനീത VG ചേരുകയാണ്. വിനീത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ BJP ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ BJP ആസ്ഥാനത്താണ്. പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ് പ്രവർത്തകർ അദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നമുക്കിതാ ഈ കേൾക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ ആഘോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന് വലിയ സ്വീകരണം, അത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ സ്വീകരണം തന്നെയാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞതിന്റെ ആഘോഷം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ BJP ഓഫീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. JP നഡ്ഡ, ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരും അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തിച്ചേരും. വലിയ ആഘോഷം, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് പിന്നാലെ തന്നെ വലിയ ആഘോഷം തന്നെയാണ് നമുക്ക് BJP ഓഫീസിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് BJP പ്രവർത്തകർ. വലിയ വിജയം BJP നേടിയിരിക്കുന്നു. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബീഹാർ നിയമസഭയിൽ മാറിയിരിക്കുന്നു. നേരത്തെ പലതവണ BJP അധികാരത്തിൽ മറ്റു പാർട്ടികൾക്കൊപ്പം അധികാരം പങ്കിടേണ്ട അവസ്ഥയായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണയും സഖ്യമായി തന്നെയാണ്. അതിൽ JDU തൊട്ടു പിന്നിൽ തന്നെ BJPക്ക് പിന്നിലുണ്ട്. പക്ഷേ വളരെ സീറ്റുകൾ, ഏതാനും സീറ്റുകൾ അവർക്ക് BJP അപേക്ഷിച്ച് കുറവാണ്. ഒറ്റയ്ക്ക് വേണമെങ്കിലും അവിടെ ഭരിക്കാൻ, ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ JDUവിൻ്റെ സഹകരണം ഇല്ലാതെയും വേണമെങ്കിൽ HAM, LJP, RLM തുടങ്ങിയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഭരിക്കാൻ കഴിയുന്ന സ്ഥിതിയൊക്കെയുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വൻ വിജയത്തിന് പിന്നാലെ ഇപ്പോൾ ഡൽഹിയിലെ BJP ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയ്ക്കൊപ്പം അദ്ദേഹം ഇപ്പോൾ ഈ വേദിയിലേക്ക് കയറി വരികയാണ്. അവിടെ പ്രവർത്തകരെ അമിത്ഷായുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരൊക്കെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ BJP പ്രവർത്തകരോട് ഈ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത്
പറയാൻ പോകുന്ന വാക്കുകൾ എന്താണ് എന്ന് കാത്തിരിക്കുകയാണ് രാജ്യം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം അല്പസമയത്തിനകം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.